അത്തരം ഒരു അന്വേഷണം നടത്താതെ നിങ്ങൾ വിശാലിനെ അറസ്റ്റ് ചെയ്ത് എന്തിനാ? ഞാനായതുകൊണ്ടാണ് ഇത്രയും സംസാരിച്ചത്. ലളിതാ മേഡം ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ജോലി തെറിച്ചേനെ. ആദ്യം നിങ്ങൾ ഇത് കൃത്യമായി അന്വേഷിക്കേ, എന്നിട്ട് അറസ്റ്റ് നടപടികളിലേക്ക് പോവാം. ഇപ്പോ വിശാലിനെ റിലീസ് ചെയ്യണം. റിലീസ് ചെയ്താ നല്ലത്. ഇല്ലെങ്കിൽ മാഡം ഹോം മിനിസ്റ്ററുമായി ബന്ധപ്പെടും. തുറന്നു വിടറോ? പാർവതി, നീ വാ, നമുക്ക് പോവാം. വരൂ. വാ പാർവതി. മാഡത്തോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒരുപാട് നന്ദിയുണ്ട്. ഞാനും ഇത് തന്നെ ആലോചിക്കുന്നത്. മാഡം കൃത്യസമയത്ത് എത്തിയത് ഭാഗ്യമായി. താങ്ക്സ് എ ലോട്ട്. നിങ്ങൾ എന്നോടല്ല നന്ദി പറയേണ്ടത്, ലളിതാ മേഡത്തിനോടാ. മാഡം വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. അതല്ല, വല്യമ്മ ഈ സംഭവം എങ്ങനെയാ അറിഞ്ഞത്? ഞാനാ വല്യമ്മയെ വിളിച്ചു പറഞ്ഞത്. പാർവതി, എന്റെ പ്രിയപ്പെട്ട സ്വർണ്ണ ദ്രാവകമേ, ഞാനിന്ന് വളരെ 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 സന്തോഷത്തിലാണ്. ആ സന്തോഷം സ്വയം മറന്ന് എനിക്ക് ആഘോഷിക്കണമെങ്കിൽ അതിന് നീയും വേണം. എനിക്ക് നിന്ന് പൂ തുലയണം. ഇന്ന് ഞാൻ തിമിർക്കും. ഓക്കെ. എന്താ ചേച്ചി, അത് വേണ്ടേ? വേണം. ഇന്നല്ലാതെ പിന്നെ എന്താണടാ ഇതുപോലെ ഒന്ന് ആഘോഷിക്കുന്നത്? നീ ആഘോഷിച്ചോടാ. നിന്റെ ബോധം മറയുന്നത് വരെ നീ ആഘോഷിക്കും. അപ്പൊ ചിയേഴ്സ്. നമ്മുടെ ഗ്രേറ്റ് ശേഖരമേനോൻ കോമയിലായിരിക്കുന്നു. അധികം വൈകാതെ തന്നെ ആ കോമ ഫുൾ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. തീർന്നു കിട്ടും. ആ, നീ എന്തായാലും ആ മരണത്തെ പേടിക്കണ്ടല്ലോ. ഏതായാലും ചേച്ചിയുടെ പ്ലാൻ ഗംഭീരമായിട്ട് വർക്കൗട്ടായി. എടാ പ്രതാപ, നമ്മുടെ പ്രധാന ശത്രുവിന്റെ ചാപ്റ്റർ അല്ലേ നമ്മൾ ക്ലോസ് ചെയ്തത്? ഇനി നമുക്ക് ശത്രുക്കളില്ല. ഇന്ന് മുതൽ എനിക്കും നിനക്കും അയാളെ പേടിക്കാതെ സ്വസ്ഥമായി കിടന്നുറങ്ങാം. ഗായത്രി ദേവിയുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ തേടി ഇനി ആരൊക്കെ കുഴി മാന്താൻ ഇറങ്ങി പുറപ്പെട്ടാലും അവർക്കൊന്നും ഒരു തുമ്പും തെളിവും കിട്ടാൻ പോകുന്നില്ല. എടാ പ്രതാപ, നീ ശേഖരമേനോനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തിയത് കൊണ്ട് അയാള് കോമയിലായത് മാത്രമല്ല നമ്മുടെ പ്രയോജനം. വിശാലിനെയും പാർവതിയെയും എന്നേക്കുമായി വേർപെടുത്താനും നമുക്ക് സാധിച്ചു.
കുറെ നാളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹമായിരുന്നു അത്. ഇപ്പൊ അത് നടന്നു. ഇനി വിശാലിന് ജയിലിൽ തന്നെ ഉറങ്ങിയും കഴിയാം. പാർവതി ആരോരുമില്ലാതെ ഒരനാഥയെ പോലെ എന്റെ മുന്നിൽ എങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കും, അത് ഞാൻ കാണും. ഞാൻ ഏർപ്പെടുത്തിയ വക്കീല് തിരികെ വിളിച്ചിരുന്നു. അയാൾ സ്റ്റേഷനില് SIയെ കോണ്ടാക്ട് ചെയ്തിട്ടാ എന്നെ വിളിച്ചത്. SIയോട് സംസാരിച്ചതിൽ നിന്നും സ്റ്റേഷൻ ജാമ്യം കിട്ടാൻ സാധ്യതയില്ലെന്നാണ് വക്കീല് പറഞ്ഞത്. വിശാലിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കും. കോടതി അവനെ റിമാൻഡ് ചെയ്യും. റിമാൻഡ് കാലയളവില് നമുക്കിനി ജാമ്യത്തിന് ശ്രമിക്കാം. അയ്യോ, അപ്പോ വിശാല് ജയിലിൽ പോവേണ്ടി വരില്ലേ? പിന്നല്ലാതെ തീർച്ചയായിട്ടും ജയിലിൽ പോകേണ്ടി വരും. അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ലല്ലോ. ചേച്ചി ഇത് ഏത് വക്കീലിനെ ഏൽപ്പിച്ചത്? കുറച്ചുകൂടി കഴിവുള്ള ഏതെങ്കിലും വക്കീലിനെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. ഏത് വക്കീലിനെ ഏർപ്പെടുത്തിയാലും അവർക്കാർക്കും ഈ കേസിൽ ഇപ്പൊ ഒന്നും ചെയ്യാനാവില്ല സുശീലേ. അങ്ങനെയെങ്കിൽ പൊളിറ്റിക്കലായോ മറ്റോ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യണമായിരുന്നു. അല്ലെങ്കിൽ പണം കൊടുത്ത് SIയെ സ്വാധീനിക്കണമായിരുന്നു. ആൻഡ് തടഞ്ഞതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ എന്റെ വഴിക്ക് ഇപ്പൊ വിശാലിനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയേനെ. ഇനിയിപ്പൊ എന്തോ ഒരു മാർഗം. വിശാൽ, വിശാൽ. ഇവൻ എങ്ങനെ രക്ഷപ്പെട്ടു? എന്താ എല്ലാരും മിഴിച്ചു നിൽക്കുന്നേ? എല്ലാരും ടെൻഷനായിരുന്നല്ലേ? അതിതുവരെ മാറിയില്ലെന്ന് തോന്നുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി വിശാൽ സാറിനെ ഒരു പോലീസിനും തൊടാൻ പറ്റില്ല. ലളിതേച്ചി വിളിക്കുന്നു. ഹലോ ലളിതേച്ചി. പ്രഭാവതി, ആ നീയൊക്കെ എന്താ അവിടെ ചെയ്യുന്നത്? നിന്നെ ഞാൻ മരിച്ചുപോയ എന്റെ അനുജത്തി ഗായത്രിയുടെ സ്ഥാനത്തല്ലേ കാണുന്നത്? അപ്പോ അവളുടെ മോനൊരു ആപത്ത് വരുമ്പോ അവന്റെ അമ്മയെ പോലെ മുന്നിട്ട് നിന്ന് അവനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കല്ലേ? ചേച്ചി, അത് ഞാൻ... നീ ഒന്നും പറയണ്ട. എന്തൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നീ ചെയ്തത് തെറ്റായിപ്പോയി. അവനെ പോലീസ് പിടിച്ചോണ്ടുപോയി എന്നറിഞ്ഞപ്പോ ആ സെക്കൻഡിൽ തന്നെ നീ അവിടെ എത്തണമായിരുന്നു. പക്ഷെ അതല്ല നടന്നത്. നീ അത് ചെയ്തില്ലല്ലോ. അതിന് ഇത്രയും ദൂരത്ത് അമേരിക്കയിലിരിക്കുന്ന ഈ ഞാൻ വേണ്ടി വന്നു.
നിന്നെ ഏൽപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നത്. പക്ഷേ അതിപ്പോ തെറ്റായി പോയെന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചി ചേച്ചി അങ്ങനെ പറയരുത്. അവിടെ വിശാലിനെതിരെ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. അതൊക്കെ എവിടുന്നാണെന്നുള്ള സൂചനയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഗായത്രി ഇല്ലാതാക്കിയതുപോലെ വിശാലിനെയും ഇല്ലാതാക്കാനാണ് അവര് കച്ച മുറുക്കിയിരിക്കുന്നതെങ്കിൽ അവരാരായിരുന്നാലും അവരെ ഞാൻ വെറുതെ വിടില്ല. ചേച്ചി ഹലോ ചേച്ചി. ലളിതേച്ചി എന്താ അങ്ങനെ പറഞ്ഞത്? ചേച്ചി എന്തോ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക സുശീലേ. വിശാലിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്തില്ല എന്ന മട്ടില്ല ചേച്ചി ഇപ്പൊ സംസാരിച്ചത്. മോനെ വിശാലെ, നിന്നെ പോലീസ് പിടിച്ചോണ്ട് പോയതറിഞ്ഞ് ഞാൻ അവിടെ ഓടിയെത്തിയില്ലേ? നിനക്ക് പകരം എന്നെ അറസ്റ്റ് ചെയ്ത് എന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യാൻ ഞാൻ ആ എസ് ഐയോട് പറഞ്ഞില്ലേ? അത് അയാൾ കേട്ടില്ലാന്ന് കരുതി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മിണ്ടാതിരിക്കായിരുന്നോ? നിന്നെ പുറത്തിറക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു വരികയായിരുന്നു. അതൊന്നും അമേരിക്കയിൽ ഇരിക്കുന്ന ലളിതേച്ചി അറിയുന്നില്ല. അല്ല, ലളിതേച്ചി എങ്ങനെയാ അമേരിക്കയിൽ ഇരുന്ന് നിന്നെ സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്യിപ്പിച്ചത്? അത് വല്യമ്മ അവിടെ ഇരുന്നുകൊണ്ട് ഒരു അഡ്വക്കേറ്റിനെ ഏർപ്പെടുത്തി. ആ അഡ്വക്കേറ്റ് വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തിയത്. അല്ലെങ്കിൽ ചിലപ്പോ ആ എസ് ഐ എന്നെ ജയിലിലേക്ക് അയച്ചേനെ. ഏതായാലും വലിയ തട്ടുകേട് കൂടാതെ ബ്രോയിങ് എത്തിയല്ലോ. ഇതെല്ലാം ആളുകളുടെ കണ്ണ. ബ്രോയ്ക്കും പാർവതിക്കും ധാരാളം ദൃഷ്ടിദോഷമുണ്ട്. അതുകൊണ്ട് ആദ്യം ആരതി ഒഴിഞ്ഞത് മാറ്റണം. പാർവതി, നീ ഇത് വാങ്ങി ബ്രോയെ ഒന്ന് ഒഴിയിക്ക്. വേണ്ട. പാർവതി വിശാലിന് ആരതി ഒഴിയണ്ട. ഒരു കണക്കിന് പാർവതിയുടെ പ്രവൃത്തി കാരണമല്ലേ വിശാലിന് സ്റ്റേഷനിൽ കയറേണ്ടി വന്നത്. അങ്ങനെയുള്ള പാർവതി കൊണ്ടാണോ ഇത് ചെയ്യിക്കുന്നേ? ആന്റി ആന്റി എന്താ ഈ പറയുന്നേ? ഹലോ ദുശീല ആന്റി, കാര്യം അറിയാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയരുത് കേട്ടോ. നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? വിശാൽ ബ്രോ ജയിലിൽ പോവാതെ
ഇപ്പൊ ഇവിടെ എത്താൻ കാരണം പാർവതിയാ. പാർവതിയോ? അവളതിനെന്ത് ചെയ്തു? ആദ്യം പാർവതി ആരതി ഒഴിയട്ടെ, അവളെ ആരും തടയണ്ട. ബ്രോയ്ക്ക് ആരതി ഒഴിയേണ്ടത് പാർവതി തന്നെയാ. പാർവതി, നീ ഇതൊന്നും കാര്യമാക്കണ്ട. ആരതി ഒഴിയും. നിങ്ങൾ അകത്തേക്ക് ചെല്ലേ. സുശീൽ ആന്റിയുടെയും ജാസ്മിന്റെയും സംശയങ്ങൾ ഞാൻ മാറ്റി കൊടുത്തോളാം. നിങ്ങൾ ചെല്ലേ. വാ. ചേച്ചി വിളിച്ച് വഴക്ക് പറഞ്ഞപ്പോ ഞാൻ ആകെ ഷോക്ഡ് ആയിപ്പോയി. ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ലളിതേച്ചി അറിയുമെന്നോ, ഒരു വക്കീലിനെ ഏർപ്പെടുത്തി വിശാലിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് റിലീസ് ചെയ്യിപ്പിക്കുമെന്നോ ഞാൻ കരുതിയില്ല. ഇതൊക്കെ പാർവതി ആയിരിക്കും ലളിതേച്ചിക്ക് റിപ്പോർട്ട് ചെയ്തത്. തുല്യമായിരിക്കും. അതുകൊണ്ട് തൽക്കാലം നമുക്ക് വിശാലിനെ വെറുതെ വിടാം. ഇനിയുള്ള ഗെയിം നമുക്ക് പാർവതിയിൽ നിന്നും ആരംഭിക്കാം.
വിശാൽ സർ എന്നോട് ക്ഷമിക്കണം. ഏയ് ഏയ് എന്താ ഇത്? എന്തിനാ ഇങ്ങനെ ക്ഷമ ചോദിക്കുന്നേ? അതിന് മാത്രം എന്ത് തെറ്റാ നീ ചെയ്ത്? ഞാൻ ചെയ്തത് തെറ്റാണ് സർ. ഭർത്താവിൽ നിന്നും ഒരു രഹസ്യവും ആരെയും മറച്ചു വെക്കാൻ പാടില്ല. അത് അത് വലിയ തെറ്റാ. ആ തെറ്റ് അത് ഞാൻ ചെയ്തു. സാറ് എന്നോട് ക്ഷമിക്കണം. ഏയ് അതൊക്കെ വിട്ടുകളാ. അതൊക്കെ കഴിഞ്ഞതല്ലേ. ഇനി എന്തിനാ അതിനെയൊക്കെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നത്?